പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ദ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ആ വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ 18ാം നൂറ്റാണ്ടും 19ാം നൂറ്റാണ്ടും അറിയപ്പെടുന്ന തന്നെ ദ ഏജ് ഓഫ് റവല്യൂഷൻ അഥവാ വിപ്ലവങ്ങളുടെ കാലം എന്നാണ് അറിയുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 5 റവല്യൂഷനാണ്. ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അടുത്തതായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ചൈനീസ് റവല്യൂഷൻ. ഈ 5 പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ റവല്യൂഷനിലേക്ക് നയിച്ച സിറ്റുവേഷന് എന്തായിരുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അതിൻ്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിന് മുന്നാടിയായിട്ട് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗം, അവരുടെ അവകാശ നിഷേധത്തിനെതിരെ നടത്തിയ ഒരുപാട് പോരാട്ടങ്ങൾ. ഈ പോരാട്ടങ്ങളെയൊക്കെ റവല്യൂഷൻ എന്ന് വിളിക്കാം. നമുക്ക് നോക്കാം എന്താണ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. All those struggles tried to the changes the system that denied freedom and rights and established a new one, therefore they are known as revolution. നിലവിലുള്ള ഒരു വ്യവസ്ഥിതി മാറാൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഒക്കെ നമുക്ക് റവല്യൂഷൻ അഥവാ വിപ്ലവം എന്ന് വിളിക്കാം. ഈ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് 40th സെഞ്ച്വറിയിൽ സംഭവിച്ച യൂറോപ്പിലുണ്ടായ റെനൈസൻസ് അഥവാ നവോത്ഥാനമായിരുന്നു. റെനൈസൻസ് മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ റെനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഹ്യൂമാനിസം അഥവാ മാനവികത എന്നാണ്. രണ്ടാമത് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രബോധം. നെക്സ്റ്റ് വൺ, ക്രിറ്റിക്കൽ തിങ്കിങ്, യുക്തിചിന്ത. സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം അഥവാ വിമർശന ബുദ്ധി. സ്പിരിറ്റ് ഓഫ് എൻക്വയറി അഥവാ അന്വേഷണ കൗതുകം. ദ ലാസ്റ്റ് വൺ, എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം. ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ റെനൈസൻസ് ഗാവ് ബർത്ത് ടു എൻലൈറ്റ്മെന്റ്. റെനൈസൻസിന്റെ ഭാഗമായിട്ടുണ്ടായ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി എൻലൈറ്റ്മെന്റ് അഥവാ ജ്ഞാനോദയത്തിന് വഴിതെളിയിച്ചു. The Enlightenment thinkers are propagated some ideas like freedom, democracy, equality and nationalism. സ്വാതന്ത്ര്യം, സമത്വം, ദേശീയത, ജനാധിപത്യം എന്നീ ആശയങ്ങളാണ് ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ചത്. These ideas motivate the people against social inequalities, social injustice. നിലവിലുണ്ടായിരുന്ന സാമൂഹിക അസമത്വത്തിനെതിരെയും ഇത്തരത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ നിഷേധങ്ങൾക്കെതിരെയും പൊരുതുവാനും സമരം ചെയ്യുവാനും എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പ്രചോദനം നൽകി. ഇനി ഇത്തരം ആശയങ്ങളിലൂടെയാണ് ഈ പറയുന്ന വിപ്ലവങ്ങളെല്ലാം കടന്നു പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് വാർ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. 16ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയിരുന്നു. In the 16th century,
Many Europeans are migrated to American colonies. For what? What are the main purpose of the migration? അവരുടെ പ്രധാനപ്പെട്ട കുടിയേറ്റത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? Major aim was the explore the resources. വിഭവങ്ങൾ കൈയടക്കുക എന്നത് മാത്രമായിരുന്നു ഈ പറയപ്പെട്ട മൈഗ്രേഷൻ്റെ പ്രഥമ ലക്ഷ്യം. അങ്ങനെ in 18th century England are migrate to American colonies and they were established 13th colonies. ഇംഗ്ലണ്ട് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തുകയും അവരവിടെ 13ഓളം കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. The objectives of the England to establish the colony in America, that was to explore natural resources for the product and market for the selling their product. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കേന്ദ്രമായിട്ടും അതുപോലെ അവർക്കുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ശേഖരിക്കുവാനുള്ള ഉറവിടമായിട്ടും അവർ കോളനികളെ കൺസിഡർ ചെയ്തു. ഫോർ ദാറ്റ് പർപ്പസ് ദേ പാസ്ഡ് എ ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് their own motherland England, this known as മെർക്കന്റലിസം. ഈ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അമേരിക്കൻ കോളനികളിൽ കച്ചവടക്കാർ നടപ്പിലാക്കിയ നിയമമാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ആസ് എ പാർട്ട് ഓഫ് ദ മെർക്കന്റലിസ്റ്റ് ലോ ദേ പാസ്ഡ് മെനി ലോസ് ഇൻ അമേരിക്കൻ കോളനീസ്. അമേരിക്കൻ കോളനികളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് നിയമങ്ങൾ പാസാക്കി. എന്തൊക്കെയാണ് ആ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയാം. ഒന്നാമതായിട്ട് പറയുന്നത്, അമേരിക്കൻ കോളനികളിൽ നിന്നോ അമേരിക്കൻ കോളനികളിലേക്കോ സാധനങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടതും മറ്റും ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളിൽ മാത്രമായിരിക്കണം. അതല്ലെങ്കിൽ അമേരിക്കൻ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ ആയിരിക്കണം. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി carried only the British ships or the ships built in the British colonies. രണ്ടാമതായിട്ട് പറയുന്ന നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. The product of the colonies like sugar, wool, cotton, tobacco could only be exported to England. കോളനികൾ നിർമ്മിച്ചിട്ടുള്ള പഞ്ചസാര, കോട്ടൺ, പുകയില തുടങ്ങിയ വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. 3. The British stamp must be affixed on all the legal documents, newspapers, pamphlet, license. കോളനികളിലെ ലീഗൽ ഡോക്യുമെന്റ്സ്, നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ ബ്രിട്ടന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം. സ്റ്റാമ്പ് ലോ എന്ന പേരിലാണ് ഇതറിയപ്പെട്ടത്. നെക്സ്റ്റ് വൺ, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വേർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. കോളനികളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടന്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയവക്ക് നികുതി നൽകുകയും വേണം. ഇത്തരത്തിൽ പലതരത്തിലുള്ള നിയമങ്ങളാണ് അമേരിക്കൻ കോളനികളുടെ മേൽ ഇവർ നടപ്പിലാക്കിയത്, ഈ 13 കോളനികളുടെ മേൽ നടപ്പിലാക്കിയത്. ഇനി ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അമേരിക്കൻ കോളനികളിൽ ശക്തമായ സമരം ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്കൊരു സ്ലോഗൻസ് കാണാൻ സാധിക്കും. ജെയിംസ് ഓട്ടിസിന്റെ മഹത്തായ ഒരു സ്ലോഗൻസ് ആണ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ ഒരു മുദ്രാവാക്യം മുഴക്കാൻ അമേരിക്കൻ കോളനികളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? അതല്ലെങ്കിൽ
ഈ 13 അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി അവർക്ക് നയിക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്ത എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആരൊക്കെയായിരുന്നു? അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജെയിംസ് ഓട്ടിസിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ജനങ്ങൾ, ആ ജനങ്ങളെ, അമേരിക്കൻ കോളനികളിലെ ജനങ്ങളെ എൻകറേജ് ചെയ്യിപ്പിച്ച 2 ചിന്തകന്മാരാണ് തോമസ് പെയിനും ജോൺ ലോക്കും. അതിൽ ജോൺ ലോക്ക് പറഞ്ഞ വാക്കുകളാണ്: എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഏതൊരു വ്യക്തിക്കും അവൻ്റെതായ മൗലിക അവകാശം അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അത് നിഷേധിക്കുവാൻ, അത് ഇല്ലാതാക്കുവാൻ ഒരാൾക്കും അവകാശമില്ല. തോമസ് പെയിൻ പറഞ്ഞത്, there is something absurd in supposing a continent, means North America, be properly governed by the foreign powers England. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, ഇവിടെ ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിന്, ഈ നോർത്ത് അമേരിക്കയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുക എന്നത് ബുദ്ധിക്ക് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതാണ്. അങ്ങനെ ഇവരുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട അമേരിക്കയിലെ ജനങ്ങൾ 1774 in 1774 they met at Philadelphia in Georgia. 1774 ഫിലാഡൽഫിയയിൽ അവർ ഒരുമിച്ച് കൂടാൻ, ഇറ്റ്സ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഫിലാഡൽഫിയയിൽ ഒരുമിച്ച് കൂടിയത്? തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ഫിലാഡൽഫിയയിൽ ഒരുമിച്ച് കൂടിയത്. ഇംഗ്ലണ്ടിലെ രാജാവിന് അവരൊരു പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പരിഹരിക്കുന്നതിന് പകരം ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്തു? ദ സപ്രസ് ത്രൂ ദ മിലിറ്ററി ആക്ഷൻ, സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെയെല്ലാം അടിച്ചമർത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ ബ്രേക്ക് ഔട്ട് ദ വാർ, കോൺഫ്ലിക്റ്റ്, അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. തുടർന്ന് 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു ചേർക്കുകയും ജോർജ് വാഷിങ്ടനെ കമാൻഡൽ ആർമിയായിട്ട്, കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡിംഗ് ചീഫായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സമയത്താണ് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംലെറ്റിലൂടെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. തുടർന്ന് 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് എന്നിവയ്ക്ക് അടങ്ങുന്ന മഹത്തായ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തിയത്. ഇതവസാനം അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ഈ യുദ്ധം 1781 എൻഡായി അവസാനിച്ചു. തുടർന്ന് 1783 ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ ആർ കമ്പൽ ടു റെക്കഗ്നൈസ് ദ ഫ്രീഡം ഓഫ് ദ 30th കോളനീസ്. ഈ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുവാൻ ബ്രിട്ടൻ നിർബന്ധിതരാകുകയും ചെയ്തു. തുടർന്ന് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് ദ ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫിലാഡൽഫിയയിൽ ചേർന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ജോർജ് വാഷിങ്ടൺ ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികളെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വേൾഡ് ഹിസ്റ്ററിയിൽ, ലോക ചരിത്രത്തിൽ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്.
ഇറ്റ്സ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസസ്. വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്വാധീനങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. എന്തൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ, ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ് ഗാവ് direction and motivation to the later freedom struggles and revolutions all over the world. ഇത് ലോകത്തിലെ പിന്നീട് നടന്ന വിപ്ലവങ്ങൾക്കും അതുപോലെ ഫ്രീഡം സ്ട്രഗിളിനും പ്രചോദനവും ഡയറക്ഷനും നൽകി. സെക്കൻഡ് വൺ, ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് വൺ, put forward the concept of the republican form of the government. റിപ്പബ്ലിക്കൻ ആശയം എന്ന് പറയുന്ന ആശയം ലോകത്തിന് നൽകി. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. നെക്സ്റ്റ് വൺ, കോൺട്രിബ്യൂട്ടഡ് to the concept of the federal system that ensured freedom and authority of the state in the union. സ്റ്റേറ്റിന്, സംസ്ഥാനങ്ങൾക്ക് അധികാരവും ഉറപ്പു നൽകുന്ന ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം ലോകത്തിന് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പിന്നീട് ഉണ്ടായ ഫ്രഞ്ച് റവല്യൂഷനെയും ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെയും തുടർന്ന് ചൈനീസ് റവല്യൂഷനെയും എല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ആ വിപ്ലവങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. വരും അധ്യായങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ഫ്രഞ്ച് റവല്യൂഷനെക്കുറിച്ചും ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെക്കുറിച്ചും ചൈനീസ് റവല്യൂഷനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.